നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അന്തരിച്ചു. 72 വയസ്സായിരുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ദില്ലി എയിംസിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. തൃശൂർ ജനറൽ ആശുപത്രിയിലെ ഡയാലിസിസ് പ്രതിസന്ധി പരിഹരിക്കാൻ അടിയന്തര ശ്രമം തുടങ്ങി. കോർപ്പറേഷന്റെ നേതൃത്വത്തിലാണ് 4 ഡയാലിസിസ് മെഷീനുകൾ സ്ഥാപിക്കുന്നത്. മതിലകം പുതിയകാവിൽ മലഞ്ചരക്ക് വ്യാപാര സ്ഥാപനത്തിൽ നിന്ന് 6 ലക്ഷത്തോളം രൂപയുടെ മലഞ്ചരക്ക് സാധനങ്ങൾ മോഷണം പോയി. പുതിയകാവ് പ്രവർത്തിക്കുന്ന ശ്രീനാരായണപുരം സ്വദേശി പാമ്പിനെഴുത്ത് അബ്ദുൾ റഷീദിന്റെ കടയിലാണ് മോഷണം നടന്നത്. വടക്കാഞ്ചേരി അകമല വളവിൽ നിയന്ത്രണം വിട്ട KSRTC ബസ് പാടത്തേക്ക് പതിച്ചു. ആർക്കും പരിക്കില്ല. കൊട്ടാരക്കരയ്ക്ക് പോവുകയായിരുന്ന KSRTC ഡീലക്സ് ബസ്സാണ് ബ്രേക്ക് നഷ്ടപ്പെട്ടതിനെ തുടർന്ന് പാടത്തേക്ക് പതിച്ചത്. ജില്ലയിൽ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്തായി നെന്മണിക്കര പഞ്ചായത്ത്. പുലക്കാട്ടുകരയിൽ നടന്ന ചടങ്ങിൽ ജില്ലാതല പ്രഖ്യാപനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. കരാഞ്ചിറ മുനിയം ബണ്ടിന് സമീപം അയൽക്കാർ തമ്മിലുള്ള വഴക്കിനെ തുടർന്ന് വയോധികനെ കുത്തി പരിക്കേൽപ്പിച്ച പ്രതിയെ കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. മുനിയം സ്വദേശി തുപ്രാടൻ വീട്ടിൽ ദിനേശിനെയാണ് കാട്ടൂർ SHO ER ബൈജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കേച്ചേരി വടക്കാഞ്ചേരി റോഡിൽ സ്കൂട്ടർ ഇടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. കൽനട യാത്രികയായ തലക്കോട്ടുകര സ്വദേശിനി പണിക്ക വീട്ടിൽ സിയാ നസ്രീൻ, സ്കൂട്ടർ യാത്രികൻ കേച്ചേരി പണിക്ക വീട്ടിൽ സഹൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. തിരുവമ്പാടി ദേവസ്വത്തിന്റെ പുതിയ ഗോശാലയുടെ സമർപ്പണം കുറ്റൂർ സാന്ദീപിനി വിദ്യാനികേതൻ സ്കൂൾ അങ്കണത്തിൽ നടന്നു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഗോശാലയുടെ സമർപ്പണം നിർവഹിച്ചു. തൃശൂർ കുന്നംകുള റൂട്ടിൽ ബസ്സുകളിലെ മരണപ്പാച്ചിൽ അവസാനിപ്പിക്കണമെന്ന് യുവജനതാദൾ S ആവശ്യപ്പെട്ടു. അമിത വേഗതയിൽ വാഹനം ഓടിക്കുന്ന ബസ് ഡ്രൈവർമാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ജനതാദൾ S ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CT ജോഫിയുടെ നേതൃത്വത്തിൽ കളക്ടർക്ക് പരാതി നൽകി. പഞ്ചാബിൽ നടന്ന കേന്ദ്രീയ വിദ്യാലയ ദേശീയ മത്സരത്തിൽ 10 മീറ്റർ ഓപ്പൺ സൈറ്റ് എയർ റൈഫിൾ ഷൂട്ടിംഗ് വിഭാഗത്തിൽ വരദ സുനിലിന് വെള്ളി മെഡൽ നേട്ടം. രാമവർമ്മപുരം കേന്ദ്രീയ വിദ്യാലയത്തിലെ വിദ്യാർത്ഥിയായ വരദ വില്ലടം സ്വദേശി അഡ്വക്കേറ്റ് സുനിലിന്റെയും ഷൈമോളുടെയും മകളാണ്. ലോട്ടറി ഏജന്റുമാർക്കും വിൽപ്പനക്കാർക്കും ഉത്സവബത്ത് അനുവദിച്ചതിൽ ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ CITU ആഹ്ലാദ പ്രകടനം നടത്തി. മണലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എളവള്ളിയിൽ സംഘടിപ്പിച്ച യോഗം സംഘടനാ ജില്ലാ സെക്രട്ടറി TB ദയാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. ചായ്പൻകുഴി കാരുണ്യ സോഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ കിടപ്പ് രോഗികളെ ഭവനങ്ങളിലെത്തി സന്ദർശിച്ചു. രക്ഷാധികാരി ഡോക്ടർ ജോയ് കട്ടകയം രോഗികളെ പരിശോധിച്ചു. ഒലൂർ ഭവന നിർമ്മാണ സഹകരണ സംഘം വെട്ടുകാട് ചെറുകുന്നിൽ സ്വന്തം സ്ഥലത്ത് നിർമ്മിച്ച വീടുകളുടെ താക്കോൽദാനം നാളെ നടക്കും. വീടുകളുടെ ഉദ്ഘാടനം സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ജൂബി T കുര്യാക്കോസും താക്കോൽദാനം അസിസ്റ്റന്റ് രജിസ്ട്രാർ C സത്യനാഥും നിർവഹിക്കും. മൂലം നാളിൽ ഗുരുവായൂർ ക്ഷേത്ര നടയിലെ പൂക്കളത്തിൽ വിരിഞ്ഞത് താമരക്കണ്ണൻ. ഗുരുവായൂരിലെ വ്യാപാരിയായ അനിൽ പ്രേമന്റെ വക വഴിപാടായാണ് 24 അടി നീളവും 15 അടി വീതിയുമുള്ള പൂക്കളം തീർത്തത്. മറ്റത്തൂർ പഞ്ചായത്ത് 13ാം വാർഡിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. മാങ്കുറ്റിപ്പാടം അംഗനവാടി പരിസരത്ത് നടന്ന ഓണാഘോഷം പഞ്ചായത്ത് അംഗം ശിവരാമൻ പോതിയിൽ ഉദ്ഘാടനം ചെയ്തു. കോടശ്ശേരി ആറേശ്വരം പ്രദേശത്തുള്ള വളർച്ചയെത്തിയ അക്കേഷ്യ മരങ്ങൾ മുറിച്ചു നീക്കി പകരം പരിസ്ഥിതിക്ക് ഇണങ്ങിയതും ജീവികൾക്ക് ഭക്ഷ്യയോഗ്യവുമായ ഫലവൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കണമെന്ന് CPM വാസുപുരം ബ്രാഞ്ച് സമ്മേളനം ആവശ്യപ്പെട്ടു. വന്യജീവി ശല്യം തടയുന്നതിന് വനാതിർത്തിയിൽ ട്രെഞ്ചുകളും വൈദ്യുത വേലികളും നിർമ്മിക്കുക, കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമ്മേളനം ഉന്നയിച്ചു. കടങ്ങോട് പഞ്ചായത്ത് കുടുംബശ്രീ CDS ഓണം വിപണന മേള ആരംഭിച്ചു. പഞ്ചായത്ത് കാര്യാലയത്തിൽ നടക്കുന്ന ഓണച്ചന്തയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ നിർവഹിച്ചു. ആയുഷ് മിഷന്റെയും എളവള്ളി ആയുർവേദ ഡിസ്പെൻസറിയുടെയും നേതൃത്വത്തിൽ വയോജന മെഡിക്കൽ ക്യാമ്പ് നടത്തി. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി പോട്ട സ്വദേശി കരുമാരപ്പള്ളി വീട്ടിൽ അജിതന്റെ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. സനീഷ് കുമാർ ജോസഫ് MLA വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം പോർക്ലേങ്ങാട് ഗ്രാമീണ വായനശാല സപ്തതി ആഘോഷം ഈ മാസം 21, 22 തീയതികളിൽ വായനശാല പരിസരത്ത് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. എരുമപ്പെട്ടി ചെങ്ങാലിക്കോടൻ ബനാന ഗ്രോവേഴ്സ് അസോസിയേഷൻ ആരംഭിച്ച ചെങ്ങാലിക്കോടൻ മാർക്കറ്റിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ നിർവഹിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് KK സുരേഷ് അധ്യക്ഷനായി.
പാറമേക്കാവ് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ ബാലഗോപാൽ, സെക്രട്ടറി ജി രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റൽ സ്റ്റഡീസിന്റെ നേതൃത്വത്തിൽ ഓണക്കിറ്റുകൾ നൽകുന്നതിന്റെ ബ്ലോക്ക് തല ഉദ്ഘാടനം എരുമപ്പെട്ടിയിൽ നടന്നു. സാമൂഹ്യ പ്രവർത്തകൻ മേജർ KP ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കൊച്ചി രാജവംശത്തിലെ പിന്തുടർച്ചക്കാരായ സ്ത്രീകൾക്ക് പതിവ് തെറ്റാതെ സർക്കാർ നൽകുന്ന ഉത്രാടക്കിഴിയുമായി ഇത്തവണയും റവന്യൂ ഉദ്യോഗസ്ഥരെത്തി. കൊടുങ്ങല്ലൂരിലുള്ള കൊച്ചി രാജവംശ താവഴിയിലുള്ള ചാഴൂർ കോവിലകത്തെ ഗീത തമ്പുരാൻ, സുപ്രിയ രാജ എന്നിവർ ഉത്രാടക്കിഴി ഏറ്റുവാങ്ങി. വേലൂർ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ നിന്ന് കോൺഗ്രസ് മെമ്പർമാർ ഇറങ്ങിപ്പോക്ക് നടത്തി. വേലൂരിലെ തെരുവ് വിളക്കുകൾ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഇറങ്ങിപ്പോക്ക് നടത്തിയത്. നെല്ല് സംഭരിച്ചതിന് പണം നൽകണമെന്നാവശ്യപ്പെട്ട് കർഷക കോൺഗ്രസ് അവണൂർ മണ്ഡലം കമ്മിറ്റി അവണൂർ പഞ്ചായത്തിന് മുന്നിൽ മാർച്ചും ധർണയും നടത്തി. കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രവി പോലുവളപ്പിൽ ഉദ്ഘാടനം ചെയ്തു. BJP മെമ്പർഷിപ്പ് ക്യാമ്പയിൻ മിണാലൂരിൽ നടന്നു. BJP സംസ്ഥാന കൌൺസിൽ അംഗം TS ഉല്ലാസ് ബാബു പങ്കെടുത്തു. സീനിയർ ജേർണലിസ്റ്റ് ഫോറം സംസ്ഥാന സമ്മേളനത്തിന്റെ ലോഗോ പ്രകാശനം സാഹിത്യ അക്കാദമി പ്രസിഡന്റ് K സച്ചിദാനന്ദൻ നിർവഹിച്ചു. അക്കാദമി സെക്രട്ടറി CP അബൂബക്കർ ഏറ്റുവാങ്ങി. താരസംഘടനയായ അമ്മ പിളർപ്പിലേക്ക് താരങ്ങൾ FEFCAയെ സമീപിച്ചു. 20ഓളം താരങ്ങൾ ട്രേഡ് യൂണിയൻ രൂപീകരിക്കാൻ FEFCAയെ സമീപിച്ചത്. കല്ലു അയ്യംകോടിൽ പശു വട്ടം ചാടിയതിനെ തുടർന്ന് രോഗിയുമായി പോയ ഓട്ടോറിക്ഷ മറിഞ്ഞു. മുട്ടിത്തടി കയ്യാലപ്പടി താഴേക്കാട്ടിൽ സുധാകരന്റെ ഓട്ടോയാണ് മറിഞ്ഞത്. കർണാടകയിൽ നടക്കുന്ന ദേശീയ സബ് ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിനുള്ള കേരള ടീമിലേക്ക് MJ മുഹമ്മദ് ഹാദി തിരഞ്ഞെടുക്കപ്പെട്ടു. പന്നിത്തടം കോൺകോട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥിയാണ് മുഹമ്മദ് ഹാദി. മതിലകം പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ ഉദ്ഘാടനം ചെയ്തു. പുരോഗമന കലാസാഹിത്യ സംഘം നാട്ടിക മേഖലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സർവമത സമ്മേളനത്തിന്റെ 100ാം വാർഷികം കയ്പമംഗലം കാളമുറിയിൽ ശനിയാഴ്ച നടക്കും. സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിൽ ഉദ്ഘാടനം ചെയ്യും. സിനിമാ സംവിധായകൻ സച്ചിയുടെ മരണത്തിന്റെ യാഥാർത്ഥ്യം പുറത്തുകൊണ്ടുവരുന്നതിന് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് രാഷ്ട്രീയ ജനതാദളിന്റെ നേതൃത്വത്തിൽ DMO ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. രാഷ്ട്രീയ ജനതാദൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂജിൻ മൊറോലി ധർണ ഉദ്ഘാടനം ചെയ്തു. കേരള കർഷക സംഘം എടത്തിരുത്തി വില്ലേജ് കമ്മിറ്റി നടത്തിയ പച്ചക്കറി കൃഷി വിളവെടുത്തു. കർഷക സംഘം ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ഓണാഘോഷത്തോടനുബന്ധിച്ച് കുന്നംകുളം പോപ്പുലർ ആർട്സ് നടത്താറുള്ള ഓണത്തല്ല് ഇത്തവണ ഉണ്ടാകില്ലെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വയനാട് ദുരന്തത്തിന്റെയും സാമ്പത്തിക പ്രതിസന്ധിയുടെയും സാഹചര്യത്തിലാണ് ഓണത്തല്ല് ഉപേക്ഷിച്ചത്. മുണ്ടൂർ പരിശുദ്ധ കർമ്മല മാതാവിന്റെ ദേവാലയത്തിൽ CLCയുടെ സുവർണ ജൂബിലി ആഘോഷം ശനിയാഴ്ച നടക്കും. ദേവാലയ മുറ്റത്ത് സ്ഥാപിക്കുന്ന കൽക്കുരിശിന്റെ ആശീർവാദം തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് നിർവഹിക്കും. പാലയൂർ സെന്റ് ഫ്രാൻസിസ് സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന CSSE കേരള റീജിയണൽ അത്ലറ്റിക് മീറ്റ് കുന്നംകുളത്ത് തുടക്കമായി. AC മൊയ്തീൻ MLA അത്ലറ്റിക് മീറ്റ് ഉദ്ഘാടനം ചെയ്തു. സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.